നമസ്കാരം. പുണ്യവർമ്മ സൈനുദ്ദീൻ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മൾ ഒരു പുതിയ അധ്യായവുമായിട്ടാണ്, ഒരു എപ്പിസോഡുമായിട്ടാണ് വീണ്ടും കണ്ടുമുട്ടുന്നത്. ചില പ്രേക്ഷകർ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജികളെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. പുതിയ കാലത്ത് കൂടുതൽ പേരും ട്രേഡ് ചെയ്യുന്നത് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഒരു സ്റ്റോക്കിൻ്റെ വിലയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും മുൻകാല ചരിത്രങ്ങളിൽ പ്രസ്തുത സ്റ്റോക്കിൻ്റെ വില നിലവാരവും മറ്റും സാങ്കേതികമായി പഠിച്ചുകൊണ്ടാണ് ഇത്തരം ട്രേഡുകൾ എടുക്കുന്നത്. ഇത് ടെക്നിക്കൽ അനാലിസിസിലൂടെയാണ് ഇത്തരം ട്രേഡുകൾ എടുക്കുന്നത്. പ്രൈസ് ആക്ഷൻ ഉപയോഗിച്ച് ട്രേഡ് എടുക്കുന്നവർ അധികം പേരും കമ്പനിയുടെ അഥവാ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് അധികം പരിഗണിക്കാറില്ല. ഇതിന് ഫണ്ടമെൻ്റൽസ് അധികം നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിന് ഫണ്ടമെൻ്റൽ നോക്കിയെടുക്കേണ്ടത് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനാണ്. എന്നിരുന്നാലും കമ്പനി വളരെ ചെറിയ കമ്പനികളിലേക്ക് പോകാൻ പാടില്ല. കമ്പനി ശക്തമാണോ എന്നുള്ളത് എളുപ്പത്തിൽ പഠിക്കാവുന്ന വിദ്യകളുണ്ട്. അത് കൂടി പരിശോധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതാനും ദിവസത്തേക്കോ കുറഞ്ഞ സമയത്തേക്കോ ഏതാനും ദിവസത്തേക്കോ എടുക്കുന്ന ഇത്തരം ട്രേഡുകൾക്ക് ഫണ്ടമെന്റൽസിന് അത്ര പ്രസക്തിയുമില്ല. സ്റ്റോക്ക് ഗുണനിലവാരമുള്ളതാണെന്ന് ഉറപ്പാക്കാൻ നിഫ്റ്റി 50-യിലെ സ്റ്റോക്കുകളോ അതല്ലെങ്കിൽ ട്രേഡ് സ്റ്റോക്കുകളോ അതുപോലെ മികച്ച സ്റ്റോക്കുകളോ നോക്കി ട്രേഡ് എടുത്താൽ മതിയാവും. മിക്കവാറും ഇത് ചെയ്യാൻ നല്ലതെന്ന് പറഞ്ഞാൽ ഒരു അപ് ട്രെൻഡിലേക്ക് ഇങ്ങനെ കുറേ കാലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളായിരിക്കും ഇതിന് നല്ലത്. നമ്മളിതിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ഉപാധികളുണ്ട് ചെയ്യാൻ വേണ്ടി. പ്രധാനമായിട്ടും ഈ പ്രൈസ് ആക്ഷനിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, പ്രൈസ് ആക്ഷൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് വെച്ചാൽ കാൻഡിൽ സ്റ്റിക്കാണ് പരിശോധിക്കുന്നത്. കാൻഡിൽ സ്റ്റിക്കാണ് ഇതിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നതെന്ന് സൂചിച്ചല്ലോ. നിശ്ചിത ടൈം ഫ്രെയിമിൽ കാൻഡിൽ സ്റ്റിക്കുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളിൽ ട്രേഡ് എടുക്കാനോ വിൽക്കാനോ ഉള്ള സിഗ്നൽസ് നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. അതായത് നിശ്ചിത ടൈം ഫ്രെയിം. ഇപ്പോൾ ഒരു സ്വിംഗ് ട്രേഡേഴ്സ് ആണെങ്കിൽ ഒരു 1 ഡേ ടൈം ഫ്രെയിം നല്ലതാണ്. പക്ഷേ 1 ഡേ ടൈം ഫ്രെയിമിൽ ഫുള്ള് ഇത് വരില്ല. അപ്പോൾ നമ്മളൊരു 1 അവർ ട്രേഡ് ഫ്രെയിം കൂടി കൊടുക്കുക. 1 അവർ ട്രേഡ് ഫ്രെയിം അത്യാവശ്യക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെ ഫ്രെയിം നോക്കാം. പക്ഷേ അത് ഇൻട്രാഡേ ട്രേഡേഴ്സിനാണ് 15 മിനിറ്റുകളൊക്കെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സ്വിംഗ് ട്രേഡേഴ്സിന് 15 മിനിറ്റ് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നോക്കണ്ടുള്ളൂ. 1 അവറിൻ്റെ നോക്കി ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. 1 അവർ വേണ്ടി വന്നാൽ അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഒരു 1 ഡേ കാൻഡിൽ എടുത്ത് നോക്കേണ്ടതായിട്ട് വരും. കൂടുതൽ നോക്കണമെന്നുള്ളവർക്ക് അത് ഒരു മാസത്തേക്ക് നോക്കാം. പിന്നെ അത് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഉപയോഗപ്പെടുത്താമെങ്കിൽ ആ രീതിയിലും കുറച്ച് ഫണ്ടമെൻ്റൽസ് നോക്കുന്നത് നല്ലതാണ്. കാരണം കുറച്ച് ട്രേഡ് എടുത്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ കുറച്ച് ട്രേഡ് എടുത്തതിൻ്റെ ശേഷം നമ്മളത് വാങ്ങിയിരിക്കുകയാണെങ്കിൽ അത് അവിടെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. പെട്ടെന്ന് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് കൊടുത്ത് വിൽക്കണമെന്നില്ല. നല്ല സ്റ്റോക്കുകളാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നില്ല, നമുക്ക് വാങ്ങിക്കാം. ഇപ്പോൾ ടൈറ്റൻ കമ്പനി, അതുപോലെ ഇൻഫോസിസ്, ഇങ്ങനെയൊക്കെ കുറേ നല്ല കമ്പനികൾ ഇപ്പോൾ പെട്ടെന്ന് ഐഷർ മോട്ടോഴ്സ്, ഇതൊക്കെ അങ്ങനെ നമുക്ക് കുറഞ്ഞൊരു നിലവാരത്തിൽ കിട്ടുമ്പോൾ ഏതെങ്കിലും ഇതുപോലെ സിഗ്നൽസ് വരുമ്പോൾ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയിൽ വരുമ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കണമെന്നില്ല. സ്റ്റോപ്പ് ലോസ് നിർബന്ധം കൊടുത്തോളണമെന്നില്ല. അത് പിന്നീട് വീണ്ടും കുറഞ്ഞു വരുമ്പോൾ വാങ്ങിച്ചാൽ മതി. അതല്ല സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നവർക്ക് കൊടുക്കുകയും ചെയ്യാം. പക്ഷേ അപ്പോൾ ദീർഘകാലത്തേക്ക് പൈസ മുടങ്ങി കിടക്കില്ല. അപ്പോൾ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ ആയിട്ടായിരിക്കും നമുക്ക് ഒരു ലാഭം കിട്ടുക. ഒരു 1:2 ചിലപ്പോൾ അതിലും കൂടുതലോ ട്രailing സ്റ്റോപ്പ് ലോസൊക്കെ വയ്ക്കാം. സിംഗിൾ ക്യാൻഡിൽ, ഡബിൾ ക്യാൻഡിൽ, ട്രിപ്പിൾ ക്യാൻഡിൽ എന്നീ ക്രമത്തിൽ ഇത്തരം ട്രേഡ് സാധ്യത കണ്ടെത്താനുള്ള ഫോർമേഷൻസ് ഉരുത്തിരുന്നത് കാണാം. ഇങ്ങനെ ടൈം ഫ്രെയിമിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എൻഗൾഫിംഗ്, മോർണിംഗ് സ്റ്റാർ, ഷൂട്ടിംഗ് സ്റ്റാർ, ഡോജി, ഈവനിങ് സ്റ്റാർ, ഹറാമി പാറ്റേൺ. ഹറാമി എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയിലെ കള്ളൻ എന്നുള്ള അർത്ഥത്തിലല്ല. ഹറാമി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അലനിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു കാര്യം തന്നെ. അത് ജപ്പാനീസ് വേർഡാണ്. ഒരു പ്രഗ്നൻ്റ് ലേഡി എന്നുള്ള ഒരു മീനിങ്ങാണ് ജാപ്പനീസ് ലാംഗ്വേജിൽ ഇതിന് വരുന്നത്. അപ്പോൾ അതൊരു ലേഡി പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് പോലെ തോന്നും. ഫസ്റ്റ് ക്യാൻഡിൽ വലുതും അടുത്ത ക്യാൻഡിൽ ഒരു ഏകദേശം വയറിലേക്ക് ഒരു ലേഡിയുടെ ഒരു വയറിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന പോലെ
മുകളിൽ നിന്ന് കുറച്ച് താഴോട്ട് വന്നിട്ട് താഴെ നിന്ന് കുറച്ച് മുകളിലേക്ക് ഇറങ്ങി ഏറെക്കുറെ ആ ഒരു പാറ്റേൺ നമുക്കതിൽ ചാർട്ടോടെ നോക്കി മനസ്സിലാക്കാം. ഒരു പാറ്റേണിലൂടെയാണ് അത് കടന്നു പോവുക. അത്തരം പാറ്റേൺ ഇങ്ങനെ കുറേ പാറ്റേണുകൾ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകളാണ്. അത് സിംഗിൾ കാൻഡിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒറ്റ ക്യാൻഡിലുകളുണ്ട്. ഒറ്റ ക്യാൻഡിലാണ് ഡോജി മറ്റു കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡബിൾ ക്യാൻഡിലുള്ളതാണ് ഒരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഹറാമി, അതുപോലെ ബുള്ളി അല്ലെ വേരിഷ് എൻഗൾഫിങ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിലിനെ പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ട് മറ്റൊരു ക്യാൻഡിൽ വരുമ്പോഴാണ് എൻഗൾഫിങ് ക്യാൻഡിൽ. ഇത്തരം ക്യാൻഡിലുകളൊക്കെ ട്രേഡ് സാധ്യതകളാണ് നൽകുന്നത്. അത് റെഡായിട്ടാണ് വരുന്നത് വെച്ചെങ്കിൽ സെല്ലായിരിക്കണം, ഗ്രീനായിട്ടാണ് വരുന്നതെങ്കിൽ അപ് ട്രെൻഡിലേക്ക് പോകുന്നതാണെങ്കിൽ അത് ബൈ ആയിരിക്കണം. ഇങ്ങനെയാണ് അതിൻ്റെ സാധ്യതകൾ. പിന്നെ 3 ക്യാൻഡിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്നൊക്കെ പറയുന്നൊരു ലെവലിൽ പോയിട്ട് നിന്നിട്ട് ഒരു ഡോജി അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ പോലെ വരും. അത് വരുന്നത് പിന്നെ അടുത്ത ക്യാൻഡിൽ താഴോട്ട് വരും. അപ്പോൾ അതാണ് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ. അത് നമുക്ക് കാണാം, ഇതിലൂടെ ചാർട്ടിലൂടെ നോക്കാം. മോർണിംഗ് സ്റ്റാർ ഉണ്ട്, ഈവനിങ് സ്റ്റാർ പാറ്റേൺ. അതാണ് 3 ക്യാൻഡിലൂടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്തരം ക്യാൻഡിൽ. പിന്നെ ഇവ കൂടാതെ നമുക്ക് ഇങ്ങനെയൊക്കെയാണ്. അതാണ് പ്രധാനമായിട്ടും വേൾഡ് വൈഡ് ആയിട്ട് സ്വിംഗ് ട്രേഡിനായാലും ഇൻട്രാഡേ ട്രേഡിങ്ങിനായാലും മറ്റേ സ്കാൽപ്പേഴ്സ് ഇത് എത്രയാണ് ഉപയോഗിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കുറഞ്ഞ സമയത്തിന് മാത്രമുള്ള അവരും ഉപയോഗിക്കുന്നുണ്ടാവും ചെറിയ ടൈം ഫ്രെയിമിൽ. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും പ്രധാനമായിട്ട് പ്രൈസ് ആക്ഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാൻഡിൽ സ്റ്റിക്കാണ് കാര്യമായിട്ട് അതിന് ഉപയോഗിക്കുന്നത്. പിന്നെ കൂടാതെ നമുക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ വേണ്ടി മൂവിങ് ആവറേജ്, പിന്നെ അതേപോലെ സ്റ്റോക്കാസ്റ്റിക്, പിന്നെ അതേപോലെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. ഇപ്പോൾ സൂപ്പർ ട്രെൻഡ്, മാഗ്ഡി, കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒന്ന് ഒക്കെ എടുത്താൽ മതിയാവും. ഈ വോളിയം നമ്മൾ ഇതിനോടൊപ്പം സെറ്റ് ചെയ്യണം, നമ്മൾ നേരത്തെ പറയാറുള്ളതാണ്. അപ്പോൾ ഈ കാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു സെറ്റ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഈ മൂവിങ് ആവറേജ് നല്ലതാണ്, അല്ലെങ്കിൽ സ്റ്റോക്കാറ്റിക്കോ ഏതെങ്കിലുമൊക്കെ മൂവിങ് ആവറേജ് ഇട്ടാലും നമുക്ക് സ്റ്റോക്കാറ്റിക്ക് അതല്ലെങ്കിൽ മാഗ്ഡിയോ ഒക്കെ വീണ്ടും ഉപയോഗപ്പെടുത്താവുന്ന 2-3 ഐറ്റംസ് ഉപയോഗിക്കപ്പെടാറുള്ളൂ. ഒരുപാട് പാടില്ല, വോളിയം സെറ്റ് ചെയ്യണം. ഇനി നമുക്കിതിൽ പറയാനുള്ള ഇതിൽ പറയാൻ പോകുന്ന കുറേ അല്ലെങ്കിൽ വീഡിയോ വളരെ ദൈർഘ്യം ആയിപ്പോവും. ബാക്കിയുള്ള കൂടുതലായിട്ട് പറയാൻ പിന്നെ മറ്റേ അധ്യായങ്ങളിൽ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രസൻറ്റേഷൻ സ്ട്രാറ്റജി ഫോർമേഷനെ കുറിച്ച് ഉള്ളതെന്ന് പറയുമ്പോൾ പോൾ ആൻഡ് ഫ്ലാഗ് പാറ്റേൺ ഉണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പോളും പിന്നെ അതിന് തുടർന്നൊരു ഫ്ലാഗുമായിട്ട് വരുന്നതാണ്. ഇത് 2 തരത്തിലും വർക്കൗട്ട് ആവും. ഇത് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്കാണെങ്കിൽ ഒരു പോൾ ആദ്യം രൂപപ്പെടും. ആ പോളിൻ്റെ മുകളിൽ ഒരു ഫ്ലാഗ് രൂപപ്പെടും. ആ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രെൻഡ് താഴോട്ടായിരിക്കും. അത് പിന്നീട് മുകളിലേക്ക് കയറിപ്പോൾ. മറിച്ച് അതാണ് ബുള്ളിഷ് പോളണ്ട് ഫ്ലാഗ് പാറ്റേൺ ആണ്. ബെയറിഷ് ഉണ്ട്. അത് ബെയറിഷ് എന്ന് പറയുമ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരുന്നത് സ്റ്റോക്ക്, അത് ഡൗൺ ട്രെൻഡിൽ വന്നിട്ട് അത് ഈ പോൾ രൂപപ്പെടും, അതുപോലെ ഫ്ലാഗ് രൂപപ്പെടും. ഫ്ലാഗ് സ്വാഭാവികമായിട്ടും ഡൗൺ ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ് അത് മുകളിലേക്കാണ് കാണിക്കുക, മുകളിലേക്കായിരിക്കും പിന്നെ ട്രെൻഡ് പോകുന്നത്. പക്ഷേ ആ ട്രെൻഡ് തിരിച്ച് താഴോട്ട് പോകും. അത് ഷോർട്ട് സെല്ലേഴ്സിലുള്ളതാണ്, ബെയറുകളിലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. കൂടാതെ നമുക്ക് വേറൊരു കാര്യം കൂടി നമുക്കിതിൽ നോക്കാവുന്നതെന്ന് വെച്ചാൽ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ഉണ്ട്. ഒരു കപ്പ് പോലെ ഇരിക്കും. അത് കപ്പും കപ്പിൻ്റെ പിടുത്തം അതിൻ്റെ ഹാൻഡിൽ പോലെയാണ് അത് ഇരിക്കുക. ഈ പാറ്റേൺ കൂടി നമുക്കിതിൽ പരിശോധിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അടുത്ത അധ്യായങ്ങളിലേക്ക് നമുക്ക് വീണ്ടും പോകാം. ഇടയ്ക്ക് പറയട്ടെ, ഇത് ഏതെങ്കിലും സ്റ്റോക്ക് റെക്കമെൻഡേഷനോ മറ്റോ അല്ല, പഠനാർത്ഥമുള്ള വീഡിയോ മാത്രമാണ്. ഏകദേശം 20-ലധികം വർഷത്തെ എൻ്റെ ഷെയർ മാർക്കറ്റ് പരിജ്ഞാനവും റിസർച്ചും കൂടാതെ NSE അക്കാദമിയിൽ നിന്ന് 5-ലധികം സർട്ടിഫിക്കറ്റുകളും ലഭിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു പിൻബലം എന്ന് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് പാറ്റേൺ, ഫണ്ടമെൻ്റൽ ഓപ്ഷൻ ട്രേഡിംഗ്, ഇൻട്രാഡേ ട്രേഡിംഗ്, അഡ്വാൻസ്ഡ് ടെക്നിക്കൽ അനാലിസിസ് തുടങ്ങിയതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ. ഇത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വിശദാംശങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ചാർട്ട് പരിശോധിക്കുന്നതിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇതിൽ ചാർട്ട് എങ്ങനെയാണ് ഇതിൽ വർക്കൗട്ട് ആവണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള പുസ്തകം അതിൻ്റെ കൂടുതൽ പരിഷ്കരിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾറെഡി 2ാം പതിപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പരസ്യം അതിൻ്റെ ഒരു ഇത് നമുക്ക് ഇതിനകത്തുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വിവരം ഇതിനകത്തുണ്ട്. അതെങ്ങനെ വാങ്ങിക്കാം എന്നുള്ളതിൻ്റെ നമ്പറുകളും കാര്യങ്ങളും. ഷെയർ മാർക്കറ്റിനോട് താല്പര്യമുള്ളവർക്ക് അത്തരം പുസ്തകങ്ങൾ വായിക്കാം. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ
അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോൾ എന്തൊക്കെയാണ് SIPയിൽ എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ, SIP എങ്ങനെ ചെയ്യാം, സ്വിംഗ് ട്രേഡിങ്ങിലൂടെ എത്ര വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ, അതുപോലെ തന്നെ ഓപ്ഷൻ ട്രേഡിങ് എങ്ങനെ, ആൽഗോ ട്രേഡിങ് എങ്ങനെ, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുതിയ പുസ്തകം വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഴയ പോലെ പുസ്തകക്കടയിൽ പോയിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. കുറേ ദൂരം സഞ്ചരിച്ച് പുസ്തകാന്വേഷണം നടക്കണ്ട. നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു വിരൽത്തുമ്പിൽ നമുക്ക് വാട്സപ്പ് വഴിക്കോ അതല്ലെങ്കിൽ ഓൺലൈൻ വഴിക്കോ അവരുടെ വെബ്സൈറ്റ് വഴിക്കോ നമുക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാം. എല്ലാവരും വായിക്കുക. മറ്റ് പുസ്തകങ്ങൾ നമ്മുടേതായിട്ടുണ്ട്. യാത്രാ പുസ്തകങ്ങളുണ്ട്, ഫിക്ഷൻ ഉണ്ട്, കഥകൾ, കുറേ പുസ്തകങ്ങളുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. താല്പര്യമുള്ളവർക്കെല്ലാം ഓൺലൈനിലോ അല്ലെങ്കിൽ ഷോപ്പുകളിൽ DC ചെയ്തിട്ടുണ്ട്. പിന്നെ ഒലീവ്, അങ്ങനെ പല പബ്ലിഷേഴ്സും. അപ്പോൾ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ പുസ്തകങ്ങൾ സംഘടിപ്പിക്കാം. എല്ലാവരും വായിക്കണം. വായിച്ച അഭിപ്രായങ്ങളൊക്കെ കുറിക്കണം. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഇൻബോക്സിൽ ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇമെയിലിൽ ഇട്ട് കഴിഞ്ഞാലോ നമുക്കതിൻ്റെ മറുപടി തരാൻ കഴിയും. അപ്പോൾ നിങ്ങളൊക്കെ കുറേ കൂടി നമുക്ക് റീച്ച് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സഹകരണം ഇതിലൂടെ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പ്രൈസ് ആക്ഷൻ്റെ ഈ ക്യാൻഡിൽ ഫോർമേഷനും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ ഈസ് ദ കിങ് എന്നാണ് പറയാറ്. അപ്പോൾ പ്രത്യേകിച്ച് ട്രേഡിലൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് നമ്മൾ സൂചിപ്പിച്ചല്ലോ. ട്രേഡിനൊക്കെ അധികം ഫണ്ടമെൻ്റൽസിലേക്ക് പോകുന്നതിന് പകരം ടെക്നിക്കൽ അനാലിസിസിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ക്യാൻഡിലാണ് വേൾഡ് വൈഡായിട്ട് ഉപയോഗിക്കുന്നത്. ക്യാൻഡിലിനെ കുറിച്ച് നമ്മൾ പഠിക്കാം. ഇതിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഹൈ കാണിക്കുന്നുണ്ട്. ഏറ്റവും മുകളിലുള്ളത് ഒരു വിക്കിൻ്റെ മുകളിൽ ഹൈ കാണിക്കും. ആദ്യം ഓപ്പൺ കാണിക്കും. ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ്. ഈ ഗ്രീൻ ക്യാൻഡിൽ ഈ എയറോ കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഓപ്പണാണ്. ഈ ഓപ്പണിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അത് ഗ്രീൻ ക്യാൻഡിലായിരിക്കും. ഇത് ഓപ്പണിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓപ്പണിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് അത് ഗ്രീൻ ക്യാൻഡിലാണ്, ബുള്ളിഷാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് 2 വിക്കുണ്ട്. വിക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, അതിൻ്റെ 2 ചെറിയ കാലുകൾ പോലെ. ഈ 2 വിക്കൊന്ന് മുകളിലേക്കും ഒന്ന് താഴോട്ടുണ്ടാവും. വിക്കില്ലാത്ത ക്യാൻഡിലുകളുണ്ട്, പക്ഷെ കൂടുതലും വിക്കുള്ളതായിട്ടാണ് ഉണ്ടാവുക. അതിന് ബേസിക്കലി അപ്പോൾ അതിൻ്റെ ഈ മുകളിൽ കാണിക്കുന്നത് അതിൻ്റെ ഹൈ, ആ ക്യാൻഡിലിൻ്റെ ടൈം ഫ്രെയിമിൽ, അതൊരു ദിവസത്തെ അതല്ല ഒരു മണിക്കൂറിൻ്റെ അതിൻ്റെ ടൈം ഫ്രെയിമിൽ ഉണ്ടാകുന്ന ഹൈ ആണ് ഈ കാണിക്കുന്നത്. ഏറ്റവും മുകളിൽ ഒരു വിക്ക് വന്നതിന് ശേഷം ആ വിക്ക് അത് വീണ്ടും കുറച്ച് താഴോട്ട് വന്ന് ക്ലോസ് ചെയ്തു. ഓപ്പണിങ്ങും അങ്ങനെ തന്നെ. ഓപ്പണിങ്ങിൻ്റെ കുറേ കൂടി താഴോട്ട് വന്നു, ലോ പോയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ലോ കാണിക്കുന്നത്. അത് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇനി അടുത്തൊരു ബെയറിഷ് ക്യാൻഡിലാണ്. ഈ ബെയറിഷ് ക്യാൻഡിലെ ഫോർമേഷൻ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം ഇത് ഓപ്പണിംഗ് ആണ് ഈ കാണിക്കുന്നത്. ഏറ്റവും മുകളിൽ ഓപ്പൺ എന്ന് എഴുതിയിട്ടുള്ള അവിടുത്തെ ഈ ഓപ്പണിംഗ് ആണത്. ഈ ഓപ്പണിങ്ങിൻ്റെ ഈ താഴെയാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ താഴെ ക്ലോസ് ചെയ്യുമ്പോൾ അത് റെഡ് ക്യാൻഡിലായിരിക്കും, ബെയറിഷാണ്. അപ്പോൾ അത് താഴോട്ട് വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന വിക്കുകൾ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു വിക്ക് ഏറ്റവും താഴെ പോയിട്ടുള്ളത് കാണിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ കാര്യങ്ങൾ. അടുത്ത കുറച്ച് ക്യാൻഡിലുകളും കൂടി നമുക്ക് പരിശോധിച്ചതിന് ശേഷം ഈ ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേണിലേക്ക്, അതുപോലെ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിലേക്ക് പോകാം. ഇനി ഇത് കൂടാതെ നമുക്കിതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 1-2 കാര്യങ്ങളും കൂടി നമുക്ക് പരിശോധിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിലുകൾ ഡോജിയാണ്. അടുത്ത ക്യാൻഡിൽ ഡോജി, കുറച്ച് അധികം ഡോജികളുണ്ട്. അതിൽ ഏതാനും ബേസിക്കലായിട്ട് 2-3 ഡോജികളെ കുറിച്ച് നമുക്ക് പറയാം. അതായത് ഒന്നാമത് ഡ്രാഗൺ ഫ്ലൈ ഡോജിയെക്കുറിച്ച് പറയാം. ഈ കാണുന്നതാണ് വലത് ഭാഗത്ത് മൂന്നാമതായിട്ട് കാണുന്നതാണ് ഡ്രാഗൺ ഫ്ലൈ ഡോജി. ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ ഡ്രാഗൺ ഫ്ലൈ ഡോജി മിക്കവാറും ബുള്ളിഷിലേക്ക് കൊണ്ടുപോകുന്നൊരു ഡോജിയാണത്. അതിൻ്റെ കളർ എന്തോ ആയിക്കോട്ടെ, റെഡോ ഗ്രീനോ ഏത് കളറായാലും അത് ബുള്ളിഷിലേക്കാണ് കൊണ്ടുപോകുക. കാരണം ഇവിടെ അതിൻ്റെ ഏറ്റവും ലോ നമുക്കിവിടെ കാണിക്കുന്നത്. ലോ എന്ന് എഴുതിയിട്ടുള്ളതാണ് അതിൻ്റെ ഏറ്റവും ലോ. അതിൻ്റെ ഹൈ എഴുതിയിട്ടുള്ളത് അതാണ്, ഹൈനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ക്രോസ് പോലെയാണിത് ഏകദേശം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഓപ്പൺ അതിൻ്റെ ക്ലോസ് എന്ന് പറയുമ്പോൾ ഈ 2 ഈ ഓപ്പൺ ക്ലോസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, വളരെ ചെറുതായിരിക്കും, വളരെ മൈന്യൂട്ടായിരിക്കും. അതാണ് അതിൻ്റെ ഡോജിയുടെ പ്രത്യേകത. അതിൻ്റെ ബോഡി വളരെ ചെറുതായിരിക്കും. ആക്ച്വൽ ബോഡി ആണ് ഈ കാണിക്കുന്നത്. ഈ ഒരു കുരിശ് പോലുള്ള ഈ കാണുന്ന ഭാഗമാണ് ആക്ച്വൽ ബോഡി.
പിന്നെ ഹൈ ആണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ വിക്കായിട്ടാണ് ശരിക്ക് കണക്കാക്കേണ്ടത്. ഈ ലോ ആണെങ്കിലും അതിൻ്റെ വിക്കാണ്. അപ്പോൾ ഡ്രാഗൺ ഫ്ലൈ ഡോജി വന്നാൽ നമുക്ക് ഒരു താഴോട്ട് വന്നിട്ട് അതൊരു ഡൗൺ ട്രെൻഡിൽ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്ക് പോകുമെന്നാണ് പറയുക. അതുപോലെ തന്നെ മറ്റൊരു ഡോജിയാണ് ഇത് ലോങ് ലെഗ്ഡ് ഡോജി എന്നാണ് പറയുന്നത്. ഇതിന് ലോങ് ലെഗ്ഡ് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഓപ്പണും ക്ലോസും നമ്മളിവിടെ കാണുന്നുണ്ട്, വളരെ ചെറുതാണ്. അതുപോലെ തന്നെ ഹൈ കുറേ നീണ്ടു പോയിട്ടുണ്ട്, വീണ്ടും ലോ നീണ്ടു പോയിട്ടുണ്ട്, ഒരു ഏകദേശം ഒരു ക്രോസ് പോലെ തന്നെ. അപ്പോൾ ഇതും ഒരു ട്രെൻഡ് റിവേഴ്സലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതൊന്നുകിൽ ട്രെൻഡ് മുകളിലേക്കാവാം, അല്ലെങ്കിൽ ട്രെൻഡ് താഴോട്ടാകാം. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ഇടിക്കുമ്പോൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അക്കാദമി NSE അക്കാദമിക്കാണെങ്കിലും അവർ പറയാൻ്റെ വിദഗ്ധന്മാർ പറയുന്നത് വേൾഡ് വൈഡായിട്ട് അങ്ങനെയാണ് കണക്കാക്കി പോരുന്നത്. അത് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്, ഒരു നോ ഡിസിഷൻ. ഏത് ഡയറക്ഷനിലേക്ക് പോകണമെന്ന് ഈ ബയ്യേഴ്സിനോ അല്ലെങ്കിൽ സെല്ലേഴ്സിനോ ബുൾസിനോ അല്ലെങ്കിൽ ബെയർസിനോ ഒരു ധാരണ ഉണ്ടാവില്ല. അങ്ങനെ കുറേ സമയം കടന്നു പോകും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഇനി അഥവാ ട്രെൻഡ് റിവേഴ്സൽ അല്ലാതെ ട്രെൻഡ് കണ്ടിന്യൂഷൻ സംഭവിക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കുന്നത് ഗ്രേവ് സ്റ്റോൺ ആണ്. ഗ്രേവ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ അത് പേര് പോലെ തന്നെയാണ്, അത് ഒരു ഗ്രേവ് സ്റ്റോൺ തന്നെയാണ് സംഭവം. അതിൻ്റെ ഈ ആ കുരിശിൻ്റെ ആ ലോ ഓപ്പൺ ആൻഡ് ക്ലോസ് വളരെ താഴെയായിരിക്കും, പക്ഷേ വളരെ ചെറുതാണ് വരുന്നത്. ബോഡി അതിൻ്റെ എക്സാക്റ്റ് ബോഡിയാണ്, അത് വളരെ ചെറുതാണ്, അത് താഴെയായിട്ട് ഇരിക്കും. പിന്നെ ലോ വിക്ക് ചെറുതായിരിക്കും, ഹൈ വിക്ക് വളരെ കൂടുതലായിരിക്കും. ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു അപ് ട്രെൻഡിൻ്റെ മുകളിലാണ് ഇത് വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലെ തന്നെ ഇത് താഴോട്ട് ട്രെൻഡ് റിവേഴ്സൽ ബെയറിഷ് ക്യാൻഡിലാണ്, എക്സ്ട്രീംലി ബെയറിഷിലേക്ക് പോകുന്നൊരു ക്യാൻഡിലാണ് ഈ ഗ്രേവ് സ്റ്റോൺ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. മറിച്ചും വളരെ ചില കേസുകളിൽ സംഭവിക്കും, ഇല്ല എന്നല്ല, പക്ഷേ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്യാൻഡിലിൻ്റെ ഫോർമേഷനും കാര്യങ്ങൾ നമുക്ക് പറയാം. ഇത് സിംഗിൾ ക്യാൻഡിലുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, സിംഗിൾ ക്യാൻഡിലിൻ്റെ എഫക്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത് നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാറിലേക്ക് പോകാം. ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേൺ എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഇത് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഈ ഓപ്പൺ ക്ലോസ് വളരെ ചെറുതായിരിക്കും, മുകളിലേക്ക് വലിയ വിക്കുണ്ടാവും. അവിടെ ഈ മുകളിലേക്ക് ഹൈ എന്ന് കാണിക്കുന്നിടത്ത അതിൻ്റെ ഹൈ ആണത്. അപ്പോൾ ആ ഹൈ ഇങ്ങനെ വന്ന് ഇത് ഗ്രീൻ ക്യാൻഡിലാണ്, അതിൻ്റെ ലോ ആണ് കാണിക്കുന്നത്. ലോൻ്റെ താഴെ വിക്കുണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഷൂട്ടിംഗ് സ്റ്റാർ ആയിട്ട് വരുന്നത്. ലോൻ്റെ താഴെ വിക്കുണ്ടാവില്ല. അതിൻ്റെ റെഡ് ക്യാൻഡിലാണത്. ഇത് ലോ ഇവിടെ താഴെ, മുകളിൽ ഹൈ ഉണ്ട്, ബോഡി വളരെ ചെറുതാണ്, വളരെ ചെറിയ മൈന്യൂട്ട് ബോഡി ഉണ്ടാവുള്ളൂ. ഓപ്പണിങ്ങും ലോവും വളരെ ചെറുതാണ്. ഇതും ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. അപ്പോൾ ഇതും ഒരു ട്രെൻഡ് റിവേഴ്സലിനെ സൂചിപ്പിക്കുന്ന ക്യാൻഡിലാണ് ഷൂട്ടിംഗ് സ്റ്റാർ. ഇത് അപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ സ്വാഭാവികമായിട്ടും ഇത് താഴോട്ട് വരാനാണ് സാധ്യത. പക്ഷേ ട്രെൻഡ് താഴോട്ട് വന്ന് ലാസ്റ്റ് ഇത് വരികയാണെങ്കിൽ ഇത് മുകളിലേക്ക് കയറി പോകാനുള്ള സാധ്യത ഉണ്ട്. അത് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ, നമ്മൾ വർക്ക് ചെയ്തിട്ട് പഠിക്കുമ്പോഴാണ് കൂടുതലായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. അടുത്തൊരു ക്യാൻഡിൽ, ഇതാണ് ബേസിക് ചാർട്ട്, അതായത് പ്രൈസ് ആക്ഷൻ്റെ ബേസിക് ക്യാൻഡിലുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമുക്ക് എന്താണ് ഇതിലുള്ളത് നോക്കാം. അടുത്തത് വന്നിട്ട് മറ്റ് ക്യാൻഡിലുകൾ നമുക്ക് നോക്കണമെങ്കിൽ ഇത് ക്യാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അടുത്തൊരു ക്യാൻഡിൽ നമുക്ക് മോർണിംഗ് സ്റ്റാർ ക്യാൻഡിലേക്ക് പോയി നോക്കാം. മോർണിംഗ്, അതായത് ഈ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുമ്പോൾ രണ്ട് ക്യാൻഡിലുകൾ വരുന്നതാണ്. 3 ക്യാൻഡിൽസാണ്. 3 ക്യാൻഡിൽസ് വരുന്നതാണ് ഈ മോർണിംഗ് സ്റ്റാർ. ഇത് ഈ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്ക് ഏറ്റവും ഡൗൺ ട്രെൻഡിൽ വന്നു. എന്നിട്ട് അതിൻ്റെ ആ ഈ ക്ലോസിങ്ങിൻ്റെ ഇവിടെയാണ് ഇതിൻ്റെ ക്ലോസിങ് ഉണ്ടായിട്ടുണ്ടാവുക. കാരണം അത് റെഡ് സിഗ്നലാണ്. അത് ക്ലോസിങ്ങിൻ്റെ താഴെ കുറച്ച് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് മറ്റൊരു ക്യാൻഡിൽ വന്നു, ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിൽ വന്നു. അതിന് വീണ്ടും അടുത്തൊരു ബുള്ളിഷ് ക്യാൻഡിൽ കുറച്ചുകൂടി അപ്പായിട്ട് വന്നു, നല്ല ഗ്യാപ്പ് ഇട്ടിട്ട്. അങ്ങനെ വരുമ്പോൾ ഈ ക്യാൻഡിൽ കഴിയുന്ന ഭാഗത്തുനിന്ന് നമുക്കൊരു ട്രേഡ് എടുക്കാമെന്നാണ് കണക്ക്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. അപ്പോൾ ഇതാണ് മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ. ഇനി ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ എന്താണ് നോക്കുന്നത്. 3 ക്യാൻഡിൽ പാറ്റേൺ ആണ്, ട്രിപ്പിൾ ക്യാൻഡിൽ പാറ്റേൺ ആണ്. ഡബിൾ ക്യാൻഡിലെ പറ്റി നമ്മൾ സൂചിപ്പിച്ചിട്ടില്ല, അത് ഞാൻ വീണ്ടും അത് പറയാം. ഇതിൽ വന്നിട്ട് ഇനി നമുക്ക്
ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ വിപരീതമാണ് ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ. നേരെ വിപരീതമായിട്ട് വരും. ഇത് താഴോട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് വെച്ചാൽ മറ്റേ മുകളിലായിട്ടായിട്ട് വരും. പിന്നെ നമ്മൾ മറ്റു ക്യാൻഡിലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അതായത് പിൻ, ഹറാമി ക്യാൻഡിൽ, ഇതൊക്കെ നിങ്ങൾക്ക് അത് ഡബിൾ ക്യാൻഡിലാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതൊരു എൻഗൾഫിങ് ക്യാൻഡിൽ, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തിട്ട് അതിനെ ഫുള്ളി കവറായിട്ട് വരുന്ന മറ്റൊരു ക്യാൻഡിൽ, അത് ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷിലേക്ക് പോകും, അത് ബെയറിഷ് ആണെങ്കിൽ ബെയറിഷിലേക്ക് പോകും. അത് ഹറാമി പാറ്റേൺ അതുപോലെ തന്നെ. ആ ഒരു വലിയ ക്യാൻഡിലിൻ്റെ ഒരു ലേഡി, പ്രഗ്നൻറ്റ് ലേഡിയുടെ മോഡലിൽ നമുക്ക് തോന്നിക്കാവുന്ന വിധത്തിലുള്ള ഒരു ഇത് നമുക്ക് അതിൽ കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ് കാണുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ മറ്റ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ ഫ്ലാഗിൻ്റെ പോളണ്ട് ഫ്ലാഗ് പാറ്റേണിലേക്ക് പോവാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഏഞ്ചൽ വണ്ണിൻ്റെ സ്റ്റോക്കിലാണ്. ഏഞ്ചൽ വണ്ണിൻ്റെ സ്റ്റോക്ക് കുറേ കാലമായിട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് വല്ലാതെ അപ്ട്രെൻഡിലായിട്ടില്ല. ഏകദേശം 2023 ഡിസംബറിൽ ഒരു കാറ്റുണ്ടായി, ഒരു അപ്ട്രെൻഡിലേക്ക് പോയി. അപ്ട്രെൻഡിലേക്ക് പോയിട്ട് അത് വീണ്ടും കുറേ കൂടി ഉയർന്ന് 2024 ജനുവരിയിൽ അത് താഴോട്ട് വരാൻ തുടങ്ങി. അതായത് താഴോട്ട് വരുന്നതാണ് കാണിക്കുന്നത്. നമുക്കൊരു ഇത് ചെക്ക് ചെയ്തിട്ട് നോക്കാം, ഒരു ഹൈലൈറ്റർ എടുത്ത് നോക്കാം. ഇതാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ അങ്ങോട്ട് വന്നു, അങ്ങനെ വരുന്നുകൊണ്ടിരിക്കുന്നത് കാണാം. പിന്നെ അങ്ങനെ അതൊരു ഡൗൺ ട്രെൻഡിലേക്കാണ് ഈ സ്റ്റോക്ക് പിന്നെ പോകുന്നത്. ഈ ഡൗൺ ട്രെൻഡിലേക്ക് സ്റ്റോക്ക് കണ്ടുപിടിച്ചൊഴുവാം. ഓക്കെ, ക്യാൻഡിൽ അവിടുന്ന് പോകേണ്ടതുണ്ട്. ഓക്കെ, ഇതിങ്ങനെ ഡൗൺ ട്രെൻഡിലേക്ക് വരികയാണ് ഈ കാണുന്നത്. നിങ്ങൾക്കിത് ഇവിടുന്ന് നോക്കിയാൽ കാണാം. ഈ ലൈന് ഇത് ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്ന ലൈനാണിത്. എടാ ഇവിടുന്ന് ഈ ഒരു ലൈൻ ഇതിങ്ങനെ വന്ന് ഇങ്ങനെ താഴോട്ട് വന്ന് ഇതിങ്ങനെ താഴോട്ട് വന്ന് 2024 ജനുവരിയിൽ 2023 ഡേറ്റ് എന്താ നോക്കാം നമുക്ക്. 2024 ജനുവരിയിൽ ഇത് ഇങ്ങനെ വന്നുകൊണ്ടോ ഇങ്ങനെ വന്ന് ജനുവരി. അപ്പോൾ ഇത് ഏതുവരെ എത്തി? ഇത് വന്നിട്ട് ഇതിങ്ങനെ വന്നു. ഇവിടെ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ഇവിടെ രൂപപ്പെടുന്നുണ്ട്. ഇത് എപ്പോഴാണ് ഇത് രൂപപ്പെടുന്നത്? 2024 ആഗസ്റ്റിലാണ് ഇത് രൂപപ്പെടുന്നത്. ആഗസ്റ്റ് എക്സാക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ ആഗസ്റ്റ് 20-നാണ് ഇത് രൂപപ്പെടുന്നത്. ഈ കാണുന്നതാണ് അത് സംഭവം. ഒരു പോൾ, ഫ്ലാഗിൻ്റെ പോൾ പോലെ നമുക്കിത് കാണാൻ പറ്റും. ഇത് സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 2 ക്യാൻഡിൽ 2-3 ഇവിടുന്ന് ഈ ക്യാൻഡിലിൻ്റെ അവിടെ നിന്ന് ഇത് ഉയർന്നു വന്നു. ഈ ക്യാൻഡിലിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് ഇതാ അതിൻ്റെ സിഗ്നൽ ക്യാൻഡിലാണ് കാണുന്നത്. കണ്ട ഈ കാണുന്ന ക്യാൻഡിൽ, ഈ ക്യാൻഡിലിന് അടുത്ത ക്യാൻഡിലുണ്ടായി ഇതൊരു പോൾ രൂപപ്പെട്ടു. ഈ ഒരു പോൾ രൂപപ്പെട്ടിട്ട് ഈ പോൾ രൂപപ്പെട്ട് ഇങ്ങനെ ഈ പോളിൻ്റെ അറ്റം എത്തുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്കതൊരു ഫ്ലാഗ് രൂപത്തിലേക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഈ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലാഗ് ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതാ ഒരു ഫ്ലാഗ് പോലെ വന്നു ഇവിടെ. ഈ ഫ്ലാഗ് പോലെ വന്നു, ഇതിങ്ങനെ വന്നു. ഇത് ഒരു ഫ്ലാഗിൻ്റെ ഒരു ലെവലിൽ ഇങ്ങനെ താഴോട്ട് വന്നിട്ടുണ്ട്. ഈ അപ്പ് വന്നിട്ട് പിന്നീട് ഡൗൺ വരണം. കാരണം ഈ ഫ്ലാഗിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഡൗണാണ് പിന്നെ വരിക. അത് പിന്നീട് വീണ്ടും അപ് ട്രെൻഡിലേക്ക് കയറി പോകും. ഇത് വീണ്ടും അപ് ട്രെൻഡിലേക്ക്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഇത് കിട്ടി. ഈ ഇതിൻ്റെ ലാസ്റ്റിൽ വന്നിട്ട് നമുക്ക് ഈ പോളിൻ്റെ ലാസ്റ്റിൽ വന്നിട്ട് ഇവിടെ ഇത് പരിശോധിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. പോളിൻ്റെ ലാസ്റ്റിൽ ഇവിടെ വന്നിട്ട് ഇത് ഏകദേശം ആ ടൈമിലാണിത്. ഓഗസ്റ്റ് 20-നൊക്കെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്, 20-21 തീയതികളിൽ. പിന്നെ കുറച്ച് ദിവസത്തേക്ക് വന്നിട്ട് ഇത് 20 മുതൽ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ വരെ നീണ്ടുപോയിട്ടുണ്ട്. സെപ്റ്റംബർ വരെ നീണ്ടുപോയിട്ടാണ് പിന്നീട് സെപ്റ്റംബർ 23 വരെ നീണ്ടുപോയിട്ടാണ് ഈ ഇത് വന്നിട്ടുള്ളത്. ഈ ഫ്ലാഗിൻ്റെ ഫോർമേഷൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഫ്ലാഗിൻ്റെ ഫോർമേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ ഫ്ലാഗിൻ്റെ ഫോർമേഷൻ ഇതിങ്ങനെ വന്ന് ഇങ്ങനെ കുറേ ദൂരം വന്നു. അവിടെ നിന്ന് അത് വലിയ തോതിലുള്ള ഒരു ഇതുണ്ടായില്ല. സ്വാഭാവികമായിട്ടും അവിടെ ഈ പാറ്റേൺ അവിടെ വർക്ക് ചെയ്തു.
അത് വർക്ക് ചെയ്തെങ്കിലും വലിയ ഒരു മാറ്റം അവിടെ വന്നിട്ടില്ല, ഒരു വലിയ ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ ചെറിയ തോതിലുള്ള ബ്രേക്ക് ഔട്ട് അവിടെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ആ ബ്രേക്ക് ഔട്ട് സംഭവിച്ചതെന്ന് നോക്കാം നമുക്ക്. കുറച്ച് ഇതിൻ്റെ സൈറ്റ് സെറ്റിങ് അവിടെ വന്നിട്ടത് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി. ഇവിടെ ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടി. സ്വാഭാവികമായിട്ടും അത് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് ഈ ഒരു ഡോജി വന്നു, ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഡോജി വന്നു. നമ്മൾ ഡോജി സൂചിപ്പിച്ചല്ലോ, ഒരു ഡോജി ക്യാൻഡിൽ ഇവിടെ വന്നു. ഇതേറെക്കുറെ ഒരു ഡോജിയാണ്, ഡോജി അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയാൻ പറ്റില്ല, ഡോജിയാണ്. ഡോജിയുടെ ലെവലിൽ വന്ന് പിന്നെ ഇവിടെ നിന്ന് കൊണ്ട് ഉയരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വന്ന് ഈ ബ്രേക്ക് ഔട്ട് കിട്ടി. അപ്പോൾ ഇതുവരെ എടുത്തിരുന്നെങ്കിൽ അത്യാവശ്യം ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഇവിടെ വെച്ച് എടുത്തിരുന്നെങ്കിൽ, നമുക്ക് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ അത്യാവശ്യം ഒരു പ്രോഫിറ്റ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട് ഇതിൽ എന്നുള്ളത് പറഞ്ഞു. ആ സമയത്ത് ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ലാഭം കിട്ടിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിനെ കൂടി കുറിച്ച് അറിഞ്ഞൂടാ. നമ്മൾ അത്തരം ട്രേഡുകൾ നമ്മളും കൂടി പരീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലുള്ള ഇതുണ്ട്. ഞാൻ അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറഞ്ഞ തോതിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. നമുക്കൊരു ട്രെൻഡ് ഇത് നോക്കാം. നമുക്കിതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചാണത്. പ്രൈസ് റേഞ്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് സ്വാഭാവികമായിട്ടും ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ എടുത്തപ്പോൾ, ട്രേഡ് എടുത്ത സമയത്ത് നമ്മൾ ഏറെക്കുറെ താഴെയുള്ള ലെവലിൽ നിന്നായിരിക്കുമല്ലോ ട്രേഡ് എടുത്തിട്ടുണ്ടാവുക. ഈ ഒരു ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ എവിടെ നിന്നെങ്കിലും എടുത്തിട്ടുണ്ടാവും, കാണിക്കുന്ന ഏതെങ്കിലും ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ടാവും. ഉണ്ടോ, ഇവിടെ നിന്നെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ട്രേഡ് എടുക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഏതുവരെ ഈ ഒരു കാൻഡിലിൻ്റെ ഒരു ഫോർമേഷൻ തുടങ്ങുന്നതിന് മുന്നേ വരെ പോയി കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ലെവലിൻ്റെ മുന്നേ വരെ പോയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ലാഭം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഈ ഒരു ലെവൽ വരെ പോകുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ നമുക്ക് 10% ഇത് കിട്ടിയിട്ടുള്ളത്. 10.32% നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കൊടുക്കാൻ അതിന് കഴിഞ്ഞു. അപ്പോൾ ഈ പാറ്റേണുകളൊക്കെ തന്നെ നമുക്ക് വളരെ ഫലപ്രദമാണ്. ഈ ട്രേഡ് എപ്പോഴും പലരും പറയാറുണ്ട്, ട്രേഡ് മാർക്കറ്റല്ല പ്രശ്നം, അത് ട്രേഡേഴ്സാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ലെവലിൽ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് ആ 10% വിട്ട് കുറച്ചും കൂടിയും കയറിപ്പോയിട്ട് പിന്നെ അതൊരു താഴോട്ടുള്ള ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതെന്താ സംഭവിക്കുക ഈ ഏഞ്ചൽ ലോണിനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ അത് 2024 സെപ്റ്റംബർ ടൈമാണ്. ഇപ്പോൾ റിസൾട്ടിൻ്റെ ടൈമാണ്, മാർക്കറ്റിൻ്റെ റിസൾട്ട് വരുന്ന ടൈമാണ്. അപ്പോൾ അങ്ങനെ റിസൾട്ട് ഈ കമ്പനീനെ കുറിച്ച് നല്ല ഒരു ഇതിനാണെങ്കിൽ, ആളുകൾക്ക് നല്ല ഒരു ധാരണയാണെന്നുണ്ടെങ്കിൽ ഏഞ്ചൽ ലോൺ നല്ല ഒരു കമ്പനി കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇത് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സ്റ്റോക്കുകളൊക്കെ കയറി പോകുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പറഞ്ഞ ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ. ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു പാറ്റേണിലേക്ക് നമുക്ക് പോകാം. മറ്റൊരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേണിൻ്റെ നമുക്ക് ഒരു മോഡൽ ഇതിൽ വേറെ നമുക്ക് കാണാൻ പറ്റും. ഫ്ലാഗ് ആൻഡ് പോളിൻ്റെ മറ്റൊരു മോഡൽ, ഇത് എക്സാക്റ്റ് മോഡലാണിത്. ഇതിങ്ങനെയാണ് വരിക. ഇങ്ങനെ വരുമ്പോൾ ഇതിവിടെ വന്നു, ഇത് അപ്പ് ട്രെൻഡിൽ പോയിട്ട് അപ്പ് ട്രെൻഡ് തുടങ്ങി, ഇവിടെ അപ്പ് ട്രെൻഡ് തുടങ്ങി, ഇങ്ങനെ വന്നിട്ട് ഒരു ഇതാണ് ഇത്. അപ്പോൾ ഇത് ഡൗൺ ട്രെൻഡിൽ സ്റ്റോക്കാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഡൗൺ ട്രെൻഡ് വന്നിട്ടാണ് പിന്നീട് ഈ പോൾ രൂപപ്പെടുന്നത്. ഡൗൺ ട്രെൻഡ് അവസാനിക്കുന്നതാണ് പോൾ രൂപപ്പെടുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇതിന് അധികം വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ പിക്ചർ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആണ് ഇത് ബ്രേക്ക് ഔട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കപ്പ് ആൻഡ് ഹാൻഡിലുണ്ട്. കപ്പ് ആൻഡ് ഹാൻഡിൽ എന്താണെന്ന് നോക്കാം. കപ്പ് ആൻഡ് ഹാൻഡിൽ നമ്മൾ ഇതായിട്ട് നമുക്ക് ഒരു റിയൽ ചാർട്ടും കൂടി നമുക്ക് കാണാം. നമുക്ക് അതിൻ്റെ മോഡലിലേക്ക് ആദ്യം പോവാം. കപ്പ് ആൻഡ് ഹാൻഡിൽ ഇതാണ് കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ആണത്. ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണ്. അപ്പോൾ ഇതും നമ്മൾ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചിട്ട് അതെല്ലാം അതിൻ്റെ ആവറേജ് സെറ്റിങ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം തെറ്റില്ലാത്തൊരു പ്രോഫിറ്റ് കിട്ടും. ഇതിപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുമ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു
ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്ക് സ്വാഭാവികമായിട്ട് അത് അപ് ട്രെൻഡ് കഴിഞ്ഞിട്ടായിരിക്കും ഡൗൺ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യാം. പക്ഷെ ഡൗൺ ട്രെൻഡിൽ ഇങ്ങനെ വന്നിട്ട് ഈ സ്റ്റോക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു ലെവലെത്തിയപ്പോൾ ഒരു കപ്പൻ ഹാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ കപ്പൻ ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ റൗണ്ട് പോലെ വന്നിട്ട് കപ്പൻ ഹാൻഡിൽ, ഈ കപ്പൻ ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് ഹാൻഡിൽ കഴിഞ്ഞ് പിന്നീട് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവും. ആ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് അതിൻ്റെ എവിടെ ഇതിൻ്റെ ഇത് തുടങ്ങിയോ, അതായത് ഡൗൺ ട്രെൻഡിൻ്റെ ഒരു ആവറേജ് ഈ കപ്പൻ ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയോ അതുവരെയോ, അതല്ലെങ്കിൽ ഒരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചിട്ട് ചെയ്യാം. സ്വിംഗ് ട്രേഡേഴ്സ് ആണെങ്കിൽ ഒരു 4% ലോസ്, ഒരു 6% പ്രോഫിറ്റ്, അല്ലെങ്കിൽ 8% പ്രോഫിറ്റ്, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ റിയൽ ചാർട്ട് നമുക്ക് എസ്കോർട്ടിൻ്റെ റിയൽ ചാർട്ടുണ്ട്. എസ്കോർട്ടിൻ്റെ റിയൽ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എസ്കോർട്ടിന് ഇപ്പോൾ അടുത്ത സമയത്ത് ഇങ്ങനെ ഒരു ഇത് രൂപപ്പെട്ടിരുന്നു. പക്ഷെ അത് എക്സാക്റ്റായിട്ട് വന്നിട്ടില്ല, ഏകദേശമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഉദ്ദേശിച്ചമാതിരി വർക്കൗട്ടായില്ല, ട്രെൻഡ് റിവേഴ്സിലുണ്ടായി. അതായത് ശരിക്കും ഇത് ട്രെൻഡ് റിവേഴ്സിൽ ബുള്ളിഷാണ് ആവേണ്ടത്, അതേ സമയത്തായില്ല, പക്ഷേ പിന്നീടായി. അപ്പോൾ അതെങ്ങനെയാണ് വർക്കൗട്ടായത് നമുക്ക് നോക്കാം. അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ, ഹൈലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ ഇവിടുന്ന് ഈ കപ്പൻ സോസർ ഏകദേശം ഇവിടുന്ന് ഫോം ചെയ്തു. ഇതൊരു കപ്പൻ ഹാൻഡിൽ കണ്ടോ, ഈ കപ്പൻ ഹാൻഡിൽ വരയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഇതുവരെ വന്നു. പക്ഷെ ഇതുവരെ വന്നിട്ട് സ്വാഭാവികമായിട്ടും ഇത് എന്ത് ചെയ്യേണ്ടതാണ്, ഈ ലെവലിൽ നിന്ന് കയറിപ്പോണ്ടാണ്. ഇതിങ്ങനെ കയറി പോകേണ്ടതാണ്. പക്ഷേ അതവിടെ സംഭവിച്ചില്ല. അതിന് പല കാരണങ്ങളുണ്ടാവും, മാർക്കറ്റ് കണ്ടീഷൻസ്, പല വിഷയങ്ങളുണ്ടാവും. പക്ഷെ അത് ക്ഷമയോടെ നിന്നിരുന്നെങ്കിൽ ഇവിടെ എന്തുണ്ട്, കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ, അല്ലെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണ്. ഇതൊരു ഡിമാൻഡ് സോണാണ് ഈ കാണുന്ന ഈ ലൈനുകൾ കണ്ട, ഈ ലൈനുകൾ ഇങ്ങനെ കാണുന്ന ഒരു ഡിമാൻഡ് സോണാണ്. ഈ ഡിമാൻഡ് സോണിൻ്റെ ലെവൽ വരെയാണ് അത് വന്നത്. കാരണം ഇവിടെ നേരത്തെ ഹിസ്റ്ററി റിപ്പീറ്റ് എന്ന് പറഞ്ഞ പോലെ ഇത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്, ഇത് ആവർത്തിച്ച് വരുന്നുണ്ട്. കേട്ടോ ഇവിടെ നിന്ന് ഇതാണിത് കയറിപ്പോയി. ഇവിടെ ഒരു സിഗ്നൽ ക്യാൻഡിലാണിത്. ഈ സിഗ്നൽ ക്യാൻഡിലിന് അതേ വീണ്ടും അതുപോലെ ഇവിടെ വന്ന് ആവർത്തിച്ച് വരികയാണ് ചെയ്യുന്നത്. കണ്ടോ ഇവിടെ വന്ന് മുട്ടിയിട്ട് ഇത് തിരിച്ചു കയറി. പക്ഷേ ആ തിരിച്ച് കയറി ഇവിടെ നിന്നൊരിക്കൽ തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്നൊരിക്കൽ തിരിച്ച് കയറി, പിന്നെ ഇത് ഇവിടെ നിന്ന് തിരിച്ച് കയറി. അത് വന്നിട്ട് വീണ്ടും ഈ ഒരു ലെവലിൽ ഇവിടെ നിന്നു. അത് ഇവിടെ ഓസിലേറ്റ് ചെയ്തു. ഇവിടെ അതിൻ്റെ ബ്രീത്ത് എടുത്തു. ഇവിടെ ബ്രീത്ത് എടുത്തു. ഇവിടെ ഡ്രാഗൺ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഡ്രാഗൺ ഫ്ലൈ ഡോജി വന്നു. ഈ ഡ്രാഗൺ ഫ്ലൈ, ഈ ഡോജികളൊക്കെ ശരിക്കും വർക്കൗട്ടാവും. ഇത് ഈ ഡ്രാഗൺ ഫ്ലൈ ഡോജിയാണത്. സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. അധികം സൂം ചെയ്ത് അതിൻ്റെ സെറ്റിങ് മാറിപ്പോകാൻ സാധ്യതകളുണ്ട്, അധികം സൂം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതൊരു ഡ്രാഗൺ ഫ്ലൈ ഡോജി ഇവിടെ വന്നു. അത് വന്ന് ഇവിടുന്ന് നേരെ കയറി പോയി. ഇതിങ്ങനെ കയറി പോയി കയറിയിട്ട് പിന്നെ വീണ്ടും ഒരു ഡോജി പോലെ വന്നു, പിന്നെയും കയറി. ഇപ്പം ഇങ്ങനെ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റോക്ക്. അപ്പോൾ അതാ ഈ കപ്പൻ ഹാൻഡിൽ എന്ന് പറയുമ്പോൾ, ഈ പാറ്റേൺ എന്ന് പറയുമ്പോൾ പാറ്റേൺ അവിടെ വർക്കൗട്ടായി. അപ്പോൾ നമ്മളവിടെ കാണുന്നത് എന്താ വെച്ചാൽ അത് വർക്കൗട്ടാണ്. പക്ഷേ കുറച്ച് വീണ്ടും ഒന്ന് തിരിച്ചു പോയതിൻ്റെ ശേഷമാണ് കയറി വന്നത്. അത് തിരിച്ചു പോയത് നമ്മൾ ഈ ഒരു മെത്തേഡും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. ഇനി അഥവാ ഡിമാൻഡ് സോണല്ല, നിങ്ങളത് ഒരു സപ്പോർട്ടായിട്ട് കണക്കാക്കണം, സപ്പോർട്ടെന്നും അതിനെ വിളിക്കാം. പക്ഷേ എക്സാക്റ്റ്ലി ഡിമാൻഡ് സോണാണ്. ഈ സോണിൽ വന്നു. ഈ സോണിൽ നിന്നാണ് കയറിപ്പോകുന്നത്. നമ്മൾ ഈ സപ്പോർട്ട് ലൈൻ വരയ്ക്കുമ്പോൾ ഒറ്റ ലൈനാണ് വരയ്ക്കുക. പക്ഷേ ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ എന്ന് വരയ്ക്കുമ്പോൾ ഒരു ലൈനല്ല, അതിനൊരു പ്രൈസ് റേഞ്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. ഒരു പ്രൈസ് റേഞ്ച്, ആ ക്യാൻഡിൽ ഉൾക്കൊള്ളുന്ന റേഞ്ച്. ആ റേഞ്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതായത് ഇതാണ് ആ ക്യാൻഡിൽ ഉൾക്കൊള്ളുന്ന റേഞ്ചാണ്. ആ റേഞ്ചിൽ ഇത് ഏകദേശം കിട്ടണം. ഈ ഇവിടെ ഒരു കൺസോളിഡേഷൻ വരുന്നത്, ഈ റേഞ്ചിലേക്ക് ഇത് കിട്ടണം. അങ്ങനെ വേണം ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരുപാട് ചാർട്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഒരുപാട് വരച്ചിട്ട് നമ്മൾ. അപ്പോൾ അതിങ്ങനെ കയറിപ്പോയി, കുറേ അങ്ങ് കയറിപ്പോയി. അപ്പോൾ അത് എടുത്തിരുന്നെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് 16 or 18 പ്രോഫിറ്റ് കിട്ടായിരുന്നു. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെയാണ് നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ നിങ്ങൾ സ്റ്റഡി ചെയ്യുക, കൂടുതൽ മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. കൂടുതൽ ആളുകളിൽ എത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. അടുത്തൊരു വീഡിയോ വീണ്ടും വരുന്നവരെ
നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളോടൊപ്പം പുനയുള്ള സൈനിങ് ഓഫ്.